രാത്രി കാലങ്ങളിലാണ് തോന്നുന്നു അധികം വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പകൽ സമയത്ത് വർക്കുകൾ ചെറിയ ചെറിയ വർക്കുകളാണ് നടക്കുന്നതായിട്ട് കാണുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു 4-5 കിലോമീറ്ററോളം ഏകദേശം ഉണ്ടാവും ഈ കണ്ടശാങ്കടവ് വാടാനപ്പള്ളി വരെ എന്നാണൊരു ഏകദേശ കണക്ക്. അവിടുന്ന് പിന്നെ ഒരു 3 കിലോമീറ്റർ നാട്ടിൽ ഇവിടേക്ക് കലാനി തളിക്കുളം ഹൈസ്കൂൾ പരിസരത്തേക്കൊക്കെ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഏകദേശം ഉണ്ടാവും. വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല രസകരമായ കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ വിജനമായിട്ട് എടുക്കുന്നൊരു റോട്ടിൽ കൂടി, പ്രത്യേകിച്ച് ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ റോട്ടിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഭംഗി തോന്നുന്നത് ഈ ഉൾസൈഡിൽ കൂടെ ഈ റോഡ് കൊണ്ടുപോയപ്പോൾ അതിൻ്റെ സൈഡിലുള്ള പഴയ പാടങ്ങളും തരിശു പ്രദേശങ്ങളൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ കണ്ണിനൊരു കുളിർമ. ഇതിപ്പോൾ നേരെ ഇവിടെയാണ് നമ്മളുടെ കണ്ടശാങ്കടവ് വാടാനപ്പള്ളി റോട്ടിലേക്ക് ഏകദേശം എത്തി. അവിടെ നടക്കുന്ന ഓവർ ബ്രിഡ്ജിൻ്റെ പണിയാണ് ഇവിടെ നടക്കുന്നത്. കണ്ടാ, ഇവിടുന്ന് തുടങ്ങുന്നത്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ സർവീസ് റോഡിലേക്ക് കയറി കണ്ടശാങ്കടവ് വാടാനപ്പള്ളി റോട്ടിലേക്ക് കിടക്കാം. ഇവിടെ സർവീസ് റോഡ് ആനാണ്ട് വലിയ കാര്യമായിട്ടില്ല, കുണ്ടും കുഴിയൊക്കെ തന്നെയാണ്. അവർ ജസ്റ്റ് അവരുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു രീതിയിൽ ആ റോഡ് പണിതിട്ടുള്ളൂ. ഇതിപ്പോൾ അതിൻ്റെ ഓവർ ബ്രിഡ്ജിൻ്റെ വാളുകളാണ് ഈ കാണുന്നത്. ഈ പരിസരങ്ങളിലൊക്കെ ഇങ്ങനത്തെ വാളാണ് അധികവും ചെയ്തിട്ടുള്ളത്. മറ്റേ ബ്രിക്ക് ടൈപ്പല്ല, ഇതിനെന്തോ പേര് പറയും, എന്താണെന്ന് കറക്റ്റ് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ അത് പറയാം. ഇതിപ്പോൾ നമ്മൾ നേരെ കണ്ടശാങ്കടവ് വാടാനപ്പള്ളി റോട്ടിലേക്കാണ് ഇത് എത്തിയിരിക്കുന്നത്. നേരെ നമ്മൾ ക്രോസ് ചെയ്ത് നേരെ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ തളിക്കുളം ഹൈവേയിലേക്ക് നമുക്ക് കയറാവുന്നതാണ്. അങ്ങനെയാണ് ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണം. അപ്പോൾ ഇവിടം വരെയുള്ള വീഡിയോ നമ്മൾ പരമാവധി കവർ ചെയ്യണുള്ളൂ, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തതെന്ന് മാത്രം. കാണുന്ന വാടാനപ്പള്ളിക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ കണ്ടശാങ്കടവ് ഭാഗം നേരെ പോയാൽ തളിക്കുളം.